വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ഡിസംബർ 19, 2025 ഇത് ഇന്ത്യൻ T20 ക്രിക്കറ്റിനെ അടിമുടി മാറ്റിയ ദിനം. മാറ്റമുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയ ദിനം. 22 പന്തിൽ സഞ്ജു സാംസൺ നേടിയ 37 റൺസ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കണക്കെ പലരുടെയും തലവരകൾ മാറ്റിമറിച്ച ദിനം. വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ നിന്നും വെട്ടിക്കളഞ്ഞ ദിനം. ഓപ്പണറായി സഞ്ജു സാംസൺ തിരികെ വരുമ്പോൾ കുറേ കാലമായി പുറത്തിരുന്ന റിങ്കു സിംഗിന് കൂടെ അകത്തേക്ക് വരാൻ കളമൊരുക്കിയ ദിനം. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മാറ്റുരച്ച പ്രകടന മികവ് കാട്ടിയ ഇഷാൻ കിഷനും അകത്തോട്ട് വരാൻ കളമൊരുക്കിയ ദിനം. ആകെ കുറവുള്ളത് ശ്രേയസ് അയ്യറിന് ടീമിൽ ഇടപിടിക്കാനാവാത്തതാണ്. മിക്കവാറും ഈ വേൾഡ് കപ്പ് കഴിയുമ്പോൾ സൂര്യയ്ക്ക് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ ശ്രേയസിനും അവസരം ലഭിക്കും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു 37 റൺസ് ആയിരുന്നു ഇന്നലെ അഹമ്മദാബാദിൽ പിറന്ന ആ ഇന്നിങ്സ്. പലരും സഞ്ജുവിനെ ചാരി ഗൗതം ഗംഭീറിനെ അടിക്കാൻ ഈ അവസരം ഉപയോഗിച്ചിരുന്നു. അയാളുടെ പൊളിറ്റിക്സ് ആയിരിക്കാം അതിനു കാരണം. പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്, 2024 വരെ അകത്തും പുറത്തുമായി ടീമിലുണ്ടായിരുന്ന സഞ്ജു സാംസണ് കൃത്യമായി ഒരു പൊസിഷൻ നൽകിയ അവസരങ്ങൾ കൊടുത്തത് ഇതേ ഗംഭീർ ആയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഒരു കോച്ച് അല്ലെങ്കിൽ ക്യാപ്റ്റൻ പുതിയതായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവർ ടീമിനെ ഉടച്ചു വാർക്കാൻ ശ്രമിക്കാറുണ്ട്. മാത്രമല്ല അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഡെപ്യൂട്ടി ആക്കാറും ഉണ്ട്. ഇത് ഗാംഗുലി മുതൽ ധോണി തൊട്ട് രോഹിത് ശർമ്മ വരെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. ക്യാപ്റ്റൻ, കോച്ച് ഇവരിൽ ആർക്കാണോ ഡോമിനേഷൻ അവർ എല്ലാ കാലത്തും ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗാംഗുലി ചാപ്പൽ പ്രശ്നമൊക്കെ അറിയാവുന്നതാണല്ലോ. ഇവിടെ ഗംഭീറിനും അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് ടീമിൻ്റെ അച്ചീവ്മെൻറ്റ്സ് തൻ്റെ അച്ചീവ്മെൻറ്റ്സായി പുറത്ത് കാണിക്കണമായിരുന്നു. അതിന് ആദ്യം രോഹിത്തിനെയും പിന്നീട് കോഹ്ലിയെയും പുറത്താക്കി തൻ്റെ വരുതിക്ക് നിൽക്കുന്ന ഒരാളെ ഡെപ്യൂട്ടി ആക്കണമായിരുന്നു. അതിൻ്റെ ഭാഗമായി ഗില്ലിനെ ODIയിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ക്യാപ്റ്റനാക്കുന്നു. ഗംഭീറിന് സമകാലീനായിരുന്ന കോഹ്ലി, ജഡേജ, രോഹിത് തുടങ്ങിയവരെ പുറത്താക്കുന്നു. പണ്ട് ധോണി റൊട്ടേഷൻ പോളിസി ഒക്കെ കൊണ്ടുവന്ന് സെവാഗിനോടും സച്ചിനോടും ഗംഭീറിനോടും ഇതേ സെയിം കാര്യം ചെയ്തിട്ടുമുണ്ട്. ഗാംഗുലിയാണെങ്കിൽ കോച്ചിനെ ഇടപെടുത്താതെ താൻ മോൾഡ് ചെയ്ത അതേ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുമുണ്ട്. പറഞ്ഞു വരുന്നത് ഇതൊരു തെറ്റല്ല, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നതാണ്. ഇതിൻ്റെ ഭാഗമായി T20യിൽ കൂടെ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായും പിന്നീട് വേൾഡ് കപ്പിന് ശേഷം ക്യാപ്റ്റനായും കൊണ്ടുവരാൻ പദ്ധതിയിടുന്നു. തൽഫലമായി സഞ്ജുവിനെ താഴോട്ടിറങ്ങേണ്ടി വരുന്നു. പക്ഷേ മുൻകാലങ്ങൾക്ക് വിപരീതമായി അയാളെ പൂർണ്ണമായും ടീമിൽ നിന്നും ഒഴിവാക്കാതെ ബാറ്റിങ്ങിൽ ഡൗൺ ദ ഓർഡർ കളിക്കാൻ പുഷ് ചെയ്യുന്നു. സഞ്ജു പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കുന്നില്ല. അതുതന്നെയാണ് അയാൾക്ക് ഇപ്പോൾ ഉണ്ടായ വിജയത്തിൻ്റെ കാരണവും. KCLൽ 2 കളി അയാൾ ഡൗൺ ദ ഓർഡർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സഞ്ജു തൻ്റെ കരിയർ ഷേപ്പ് ചെയ്തത് ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ 2 കളിക്ക് ശേഷം ബാക്കി എല്ലാ കളിയിലും ടോപ്പ് ഓർഡറിൽ കളിക്കേണ്ടി വരുന്നു. അതിലെ ആദ്യ കളിയിൽ തന്നെ അയാൾ ഒരു മിന്നൻ സെഞ്ചുറി നേടുന്നു. ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ അത്രത്തോളം വികാരാധീനനായി സംസാരിക്കുന്ന ഒരു സഞ്ജു സാംസണെയാണ് നമ്മൾ കണ്ടത്. അയാൾ അതിനു മുൻപോ ശേഷമോ അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കൃത്യമായി അയാൾക്ക് അറിയാമായിരുന്നു താൻ തൻ്റെ കോച്ചിൻ്റെയും ക്യാപ്റ്റൻ്റെയും നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് കളിക്കുന്നതെന്നും 1 ഇഞ്ച് താൻ ഇനി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അയാൾ അത് അയാൾക്ക് പറ്റുന്ന സ്ഥലത്ത് കളിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടുണ്ടായ നീരസം പയ്യെ ജിതേഷിന് 11-ലോട്ട് സാധ്യതയൊരുക്കുകയും സഞ്ജുവിനെ വീണ്ടും ബെഞ്ചിലോട്ട് നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ പകരക്കാരനായി വന്ന ഗില്ലിന് വേണ്ട പോലെ പ്രകടനം ഉയർത്താൻ പറ്റാതെ വരികയും സഞ്ജുവിൻ്റെ ഒറ്റയാൾ യുദ്ധമല്ല അനേകം സാധാരണക്കാരുടെ ആഗ്രഹം കൊണ്ടുകൂടി അയാൾ ആ യുദ്ധം ജയിച്ച് തൻ്റെ സ്ഥാനം നേടിയെടുക്കുന്നു. ഗംഭീറിനോ സൂര്യയ്ക്കോ ഒരിക്കലും സഞ്ജുവിനെ പുറത്താക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നില്ല. ഗംഭീറിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഗില്ലിനെ T20 തലപ്പത്തേക്ക് ക്യാപ്റ്റനായി കൊണ്ടുവരാൻ ആയിരുന്നു അയാളുടെ പ്ലാൻ. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. പക്ഷേ ഹാർദിക്കിന് ഗംഭീറിൻ്റെ എന്നല്ല ആരുടെയും വരുതിക്ക് നിൽക്കാൻ കഴിയുന്ന ഒരാളല്ല എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് ശേഷം അയാളെ ഒരു സമയത്തും ആ പൊസിഷനിലോട്ട് പരിഗണിക്കുന്നതായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പകരം ഇത്തവണ വേൾഡ് കപ്പിൽ സൂര്യകുമാറിൻ്റെ ഡെപ്യൂട്ടി അക്സർ പട്ടേലാണ്. സഞ്ജുവിനെതിരെ ഗംഭീറും സൂര്യയും പ്രവർത്തിക്കും എന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല. ഇന്നും ഗംഭീറും സൂര്യയും നല്ല സപ്പോർട്ട് സഞ്ജുവിന് നൽകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇന്നലെ നടന്ന കളിയിൽ ടോസ് സമയത്ത് കൊടുത്ത ടീം ലിസ്റ്റിൽ ജിതേഷ് ആയിരുന്നു വിക്കറ്റ് കീപ്പർ. പക്ഷേ ആദ്യ ഇന്നിങ്സിന് ശേഷം തന്നെ അവർ ഗ്ലൗസ് സഞ്ജുവിന് കൈമാറുന്നു. ഇന്നലത്തെ 37 റൺസ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്ന് കണ്ട തീരുമാനങ്ങൾ സൂര്യയും ഗംഭീറും എടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ഇപ്പോഴത്തെ വേൾഡ് കപ്പ് സ്ക്വാഡ് നോക്കുക. സഞ്ജുവിന് ഇനി തീരെ പ്രഷർ ഇല്ലാതെ തന്നെ കളിക്കാനാവും. കാരണം ജിതേഷ് ശർമ്മയോ ജൂറേലോ ഇല്ലാത്തത് കൊണ്ടും വേറെ സ്പെഷ്യൽ ബാക്കപ്പ് ഓപ്പണർ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും ഒരു കാര്യം ഉറപ്പാണ്, സഞ്ജുവും അഭിഷേകും തന്നെയാണ് ഓപ്പണിംഗ് പൊസിഷനിൽ മുഴുവൻ ടൂർണമെൻറ്റും കളിക്കാൻ പോകുന്നത്. ബാക്കപ്പ് കീപ്പറായി അവർ ഋഷഭ് പന്തിനെ അല്ല ഇഷാൻ കിഷനെ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനുള്ള മെസ്സേജ് ക്ലിയറാണ്. ഗോ ആൻഡ് ബ്ലാസ്റ്റ് വിത്ത് അഭിഷേക് ശർമ്മ ഓൺ എനി കണ്ടീഷൻ എനി ഗ്രൗണ്ട് എന്നതാണ് അത് അയാൾക്ക് കൊടുക്കുന്ന ഫ്രീഡം ചെറുതല്ല. ഏറ്റവും മികച്ച പ്രകടനങ്ങൾ അയാളുടെ ബാറ്റിൽ നിന്നും ഇനി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരുന്ന 4-5 വർഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്ഥിര സാന്നിധ്യമായി അയാൾക്ക് മാറാനുള്ള അവസരം കൂടിയാണ്.